പാതയിലൂടെയുള്ള ഒരു യാത്രയിൽ മുഴുകാൻ സമയമായി. നിങ്ങളുടെ സമയത്തിന് ചിരി, വെല്ലുവിളികൾ, വിജയങ്ങൾ എന്നിവ സംയോജിപ്പിച്ച് ഹൃദയസ്പർശിയായ ഒരു വീഡിയോ അവതരണം ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. മിസ്, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കഴിവുകളൊന്നുമില്ല മിസ്. ചാടി വരാത്തത് തേൻ കിളിയേ നിന്നോമൽ മിഴിതൻ നനവോ മാഞ്ഞു നിന്നിളം കൂട്ടിൽ ഓരോരായിരം കുഞ്ഞു കിളികൾ വന്നോ നോമൽ മിഴിതൻ നനവോ മാഞ്ഞു. പറയാനുള്ള എന്താന്ന് വെച്ചാൽ നമ്മളെ കൂടെ കൂട്ടുകാരായ തോണിക്കാരൻ മാമൻ, പിന്നെ ആൻസി, സലിന്ദ, അതാ പിന്നെ അൻസില, പിന്നെ നന്ദുണ്ട് ക്യാമറമാനാണ്. ഇത് എല്ലാം പിറകിൽ പ്രവർത്തിക്കുന്നത് നന്ദുവാണ്. പ്രപഞ്ചത്തിൽ അജയരായ കാലകേനെ വധിച്ച വില്ലാളി വീരൻ ആര്? നന്ദു. നീ പാറി പറന്നേറിയ ചില്ല ഇന്നു പൂവിട്ടുവോ? ചത്തുകുത്തിയിരിക്കുകയാണ് ഗൈസ്, ചത്തുകുത്തിയിരിക്കുകയാണ്. പകല് മുഴുവനും ചിരിച്ചു കളിച്ച് അവനും എല്ലാത്തിന്റെ കൂടെ കാണും. പക്ഷെ ഇരുട്ട് തുടങ്ങിയ രാജാവ് തുള്ളി, ഭൃത്യൻ തുള്ളി, രാജാവും ഭൃത്യനും ഒരുമിച്ച് തുള്ളി. മത്സരത്തുള്ളൽ. ഇത്രയും മേക്കപ്പ് ഇട്ടിട്ടും താൻ വെളുക്കുന്നില്ല എന്ന സുഹൃത്തുക്കളുടെ ആരോപണത്തിൽ മേക്കപ്പ് സെറ്റ് കൊണ്ട് പുട്ടുണ്ടാക്കി കഴിച്ച യുവതിയുടെ നില അധികം. നീ സംസാരിക്കില്ല. ഇതൊക്കെ എന്ത് നുമ്മ കാണിച്ചാലോ? നോക്കോ, എടുത്തോണ്ട് പോക്കോ ഇനി എന്നെ. ഇതൊക്കെ എന്ത്? അവിടെ വെച്ച് ഗംഗയിൽ നിന്നും ഒരു പ്രത്യേക തരം സൈക്കിക് വൈബ്രേഷന്റെ അനുഭവം എനിക്ക് കിട്ടാൻ തുടങ്ങി. സത്യം തന്നെ, ഉള്ളത് തന്നെ, ഉള്ളത് തന്നെ, ഉള്ളത് തന്നെടാ, സത്യം തന്നെ. പക്ഷെ നിങ്ങൾക്ക് എടുത്ത ചീട്ട് കൊള്ളാം. ഞങ്ങൾക്ക് എടുത്തത് 2 പാലിയുള്ള മുരുകനെ കിട്ടും. 2 പാരി കിട്ടും. 2 പാരി. ഒന്ന് റൈസനസ്, ഒന്ന് ഷെപ്പനി. 2 പാലിയുള്ള മുരുകനെ കിട്ടി. നിന്റെ കൈ കൊണ്ട് നാളെ മുരുകന്റെ നാളാണ്. ആ യോഗം കിട്ടിയില്ലോ. എനിക്ക് ഇതുപോലെ പാക്കി എവിടെ കിട്ടണം? അടുത്തിട്ടോ നിന്റെ കൈ കൊണ്ട് യാർക്ക് നല്ലത് ചെയ്താലും ദോഷം. അനുസരിക്കും, അവസാനം ആൾക്കാർ വഞ്ചിക്കും. കൂട്ടുകെട്ട് ശരിയല്ല, യാത്ര ശരിയല്ല. സൂക്ഷിക്കണം. ഒരുപാട് സമയദോഷം ഉണ്ടായിരുന്നു, ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാം കഴിയും. ഇന്ന് ഒരു കുഴപ്പം, ഒരു ദോഷം വരില്ല. നെറ്റി, കൃഷ്ണന്റെ നെറ്റി, കണ്ണ് മായ കണ്ണ്, മൂക്ക്
കൃഷ്ണന്റെ മൂക്ക്, പല്ല്, ചിങ്കത്തിന്റെ പല്ല്, എല്ലാ അടവും നിന്റെ കയ്യിലുണ്ട്. ഒരുപാട് പെണ്ണുങ്ങള് ഒന്ന് റൈൻ അടിക്കുന്നുണ്ട്. നീ പോയി സൈറ്റ് അടിക്കാണ്ട, റൈൻ അടിക്കാണ്ട. പെണ്ണുങ്ങൾ ഒന്ന് സൈറ്റ് അടിക്കും. കയനം കളിച്ച പെണ്ണും സൈറ്റ് അടിക്കും, കയനം കളിയാத പെണ്ണും സൈറ്റ് അടിക്കും. കുഴപ്പമില്ല, ഒഴുങ്ങി മാറി പോണോ. നല്ലതാണ് റോജനി. നാളെ എല്ലാ ദോഷങ്ങളും മാറും. ദിവസം കുളിക്കാതിരുന്നതിനുള്ള അവാർഡിനായി നോമിനേഷൻ ക്ഷണിച്ചു. നിലവിൽ അപ്പു, മാളു, വിഷ്ണു, അച്ചു ലീഡ് ചെയ്യുന്നു. ലീഡിൽ വരാൻ ചാൻസ് ഉള്ളവരെ മെൻഷൻ ചെയ്യൂ. മഴയത്ത് മേക്കപ്പ് ഒലിച്ചുപോയ പെൺകുട്ടിയെ അന്യഗ്രഹ ജീവിയാണെന്ന് കരുതി നാട്ടുകാർ കെട്ടിയിട്ട് പോലീസ് ഏൽപ്പിച്ചു. കേരളത്തിൽ MRI സ്കാൻ ചെയ്ത പെൺകുട്ടിക്ക് ഇത്രയും കാലം തലച്ചോറിന് പകരം കളിമണ്ണായിരുന്നുവെന്ന് കണ്ടെത്തി. കിളിയേ നീരൻ ചിരിതൻ മഴയിൽ പാട് തേൻ. Let me turn 5G. ക്ലാസ്സിൽ പറ്റിയ നല്ല ക്ലാസ് നമ്മളൊക്കെ പറ്റിയ നിങ്ങളൊക്കെ കുട്ടികളാണ് ഇവിടെ, കുട്ടികൾ. പ്രിയമുള്ളവരെ, മുളയാടി എന്ന വർഗത്തിൽപ്പെട്ടവരാണിവർ. നാട്ടിലെ മനുഷ്യരുമായി ഒരിക്കലും ഇടപെടാത്ത ഇവർ കാടിന് വെളിയിൽ വരാറില്ല. എങ്ങനെയോ വഴിതെറ്റി വന്ന ഇവരെ മനുഷ്യരെന്ന് മൂറ്റം കൊള്ളുന്ന ഇരികാലി മൃഗങ്ങൾ വേട്ടയാടുകയാണ്. വീടിന്റെ അടുത്താണ് അവൻ. നല്ല അഭിപ്രായം. കഴിഞ്ഞ 2 വർഷം എങ്ങനെയായിരുന്നു ആ കഷ്ടതകളെ വിഷമേ ഉള്ളൂ. എന്താണ് ഏറ്റവും മിസ് ചെയ്യുന്നത്? പണിയില്ലാത്തതാണ് മിസ് ചെയ്യണത്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ആക്കളുടെ മൈക്ക്. എന്റെ മായ ലാസ്റ്റ് ദിവസമാണ്. ക്ലാസ് കഴിഞ്ഞല്ലോ. ഹലോ, നിങ്ങൾക്ക് വിശ്വാസിക്കാൻ അറിയാമോ? ഇന്നെന്റെ ബാഡ് ജോയിന്റ് എടുക്കണം. വീടിന്റെ സ്വത്തെട്. എന്നിട്ടും തിന്നിട്ടും പോരാതായി, നക്കിയിട്ടും തീരാതായി. ചെമ്മീൻ തല ചട്ടിയിലിട്ട് വന്നവളെ. ആഹാ, ഇതിവിടെ ഉണ്ടായിരുന്ന എവിടെയൊക്കെ നോക്കി അരക്കിടങ്ങുന്നത്. കോളേജ് നമ്മുടെ ക്ലാസ് തീരുകയാണ്. സോ ലാസ്റ്റ് ഡേ ആയിരുന്നു. പിന്നെ കോളേജ് തീരാറായപ്പോൾ ചെറിയൊരു വിഷമമുണ്ട്. ഭയങ്കരമായിട്ട് അടിച്ചു പൊളിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. നമ്മളെ പറ്റി ബോയ്സിനെ പറ്റി വളരെ മോശം അഭിപ്രായം. അയ്യോ പോയെ ലൈൻ കട്ട് മലയാളക്കരയിലക്കണം വിളമ്പാനായില നിരത്തുന്ന ഒരു ജീവ മിനിഞ്ഞിവാ
മൂട് ഏത് മൂട് ഏത് മൂട് ഏത് മൂട് സാരി മൂട് ഏത് മൂട് ഏത് മൂട് ഏത് മൂട് ഏത് മൂട് ഓണമൂട് ഏത് മൂട് ഏത് മൂട് ഏത് മൂട് ഏത് മൂട് സാരി മൂട് ഏത് മൂട് ഏത് മൂട് ഏത് മൂട് ഏത് മൂട് ഇത് കറക്റ്റ് നിധി തേച്ചിട്ട് പോയില്ലേ? അപ്പൊ നിനക്ക് തോന്നിയ വികാരമാണ് നീ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോഴാണ് ഞാൻ അപ്പോഴത്തേക്ക് ആ ഒരു ഇതങ്ങ് തീർന്നു. അല്ലല്ല ആ ഇതൊന്നും കേൾക്കൂലേ മൈക്ക് ആദ്യം വന്നത് പോലെ അല്ല, ക്ലാസ് ഭയങ്കര മോശം. സലീൻ അക്ബറിനെ പറ്റിയുള്ള അഭിപ്രായം? ഇപ്പോൾ നിനക്ക് നമ്മുടെ ക്ലാസ്സിനെ പറ്റി രണ്ട് വാക്ക്. എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, എല്ലാം ഗേൾ ഫ്രണ്ട് ഉണ്ടായിരുന്നു. നല്ല ജീവിതം. എനിക്കൊന്നും പറയാനില്ല. ഇവിടെയുള്ള കുറെ കുട്ടികളുണ്ട് ചുമ്മാ ഇരിക്കുമ്പോഴത്തേക്കും ഫോൺ എടുത്ത് വലിച്ച് കൊണ്ടുപോണ്. കോളേജ് മാസമാണ്. ഞാൻ പറയാം, ഈ ക്ലാസ് നമ്മളൊരു ഫസ്റ്റ് ഇയർ വരെ വന്നപ്പോ ഒരു ബന്ധമില്ലായിരുന്നു. രാവിലെ ചന്തയിൽ പോകുന്നു. പക്ഷെ ഒരു 1.5 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മള് ലാസ്റ്റ് സെമ്മിൽ എത്തിയപ്പോഴാണ് നമ്മൾ നമ്മളൊരു ഇന്റിമസി, അതെ, നമ്മൾ നമ്മളൊരു കണക്ഷൻ കണ്ടത് എല്ലാവരും. ഇതിൽ പറഞ്ഞു നമ്മളിപ്പോ ആലപ്പുഴയിലെത്തി. അവിടെ നമ്മൾ ആലപ്പുഴയില് കുട്ടനാടൻ കായലിലൂടെയാണ് ഞാൻ കാണിച്ചുകൂടാ. അവിടുത്തെ വീഡിയോ കാണിച്ചു. നമ്മുടെ ബോട്ടിലാണ് കഴിച്ചു. ഇവിടെ നല്ല പ്രകൃതി ഭംഗിയേറിയ നല്ല 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 സൗണ്ടിൽ നമുക്ക് പ്രകൃതിയുടെ സൗണ്ടിൽ നമുക്ക് കായലിൽ ചെന്ന് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ഗൈസ് കണ്ടോ, ഹരിവത്തിന് ആസ്വദിക്കാൻ കണ്ടോ കായലിലിറങ്ങി. ഗൈസ് നമ്മളെ ഇതിനെല്ലാം അങ്ങനെയാണ് ടീച്ചറിനെ കണ്ടത്. ടീച്ചറുണ്ട്, നമ്മളവിടെ ടീച്ചറുണ്ട്, അവരുണ്ട്, എല്ലാരും ഉണ്ട്. ഗൈസ് എല്ലാരും നമ്മളുടെ ഇവിടുത്തെ ഹൗസ് ബോട്ടിങ് എല്ലാം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ എത്തിയിരിക്കുന്നത് എവിടെയെന്ന് വെച്ചാൽ നമ്മളിവിടെ മാൻഡ്രോ തുരുത്തിലാണ് എത്തിയിരിക്കുന്നത്. ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ സൂര്യ പറയും. അനാക്കൊണ്ട് ആ വഴിയാണ് പോയത്. ഒരാളെ തുപ്പിയത്. നമ്മളിതാ കയർ ഫാക്ടറിയുടെ ഫ്രണ്ടിലെത്തി. കയറുണ്ടാക്കാൻ പഠിക്കാൻ പോകുന്നു. എന്തോ നമ്മൾ എക്സൈറ്റഡ് അല്ലേ കയർ പഠിക്കാൻ? തീർച്ചയായും. നമ്മളിപ്പോ എന്താണ് അകത്ത് സംഭവിക്കാൻ പോകുന്നത്? ഒരെണ്ണേ ഇടൂ, ഇതെല്ലാം ഇടാൻ
എഴുതാ കഥയോ ഒരു പുരിയാനിലയോ ഇനി പുതിയതായി വഴിയോ ഇത് എഴുതാ കഥയോ അങ്ങനെ സീനിയേഴ്സ് നിങ്ങളുടെ കോളേജ് ലൈഫ് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ നിർത്തുക. പക്ഷേ കോളേജിൽ വന്ന് പഠിച്ച് രസിച്ച് ഉല്ലസിച്ച് കളിച്ച് ഒക്കെ ജീവിക്കുന്ന അതൊരു വേറിട്ട അനുഭവം തന്നെയാണ്. ഇതൊക്കെ നിങ്ങൾ മിസ് ചെയ്യുമായിരിക്കാം. അപ്പോൾ ലാലേട്ട നമ്മുടെ കുട്ടികളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടിയിട്ട് രണ്ട് വാക്ക്. ചാകാൻ ആർക്കും പറ്റും, ജീവിച്ച് കാണിക്കാനാ പാട്. ഒറ്റ ജീവിതമേ ഉള്ളൂ, മനസ്സിലാക്കിക്കോ. ഒറ്റ ജീവിതം, അതെവിടെ എങ്ങനെ വേണമെന്ന് അവനവൻ തീരുമാനിക്കണം.